ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ അത്ഭുതവും ഭക്തിയും ഒരുപോലെ നിറയ്ക്കുന്ന തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അനന്തശയനരൂപനായ ഭഗവാന്റെ വിഗ്രഹമഹത്വവും അതിനു പിന്നിലെ അതുല്യമായ ആചാരാനുഷ്ഠാനങ്ങളെയും കുറിച്ച് കേട്ടാലോ. ഭഗവാൻ പത്മനാഭൻ പള്ളികൊള്ളുന്നത് സാക്ഷാൽ അനന്തന്റെ മുകളിലാണ്. നമ്മൾ കാണുന്ന അനന്തന്റെ മൂന്ന് ചുറ്റുകൾ കേവലം ഒരു ശില്പഭംഗി മാത്രമല്ല, അത് മനുഷ്യന്റെ സത്വഗുണം, രജോഗുണം, തമോഗുണം എന്നീ ത്രിഗുണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അനന്തന്റെ വിടർന്നു നിൽക്കുന്ന 5 ശിരസ്സുകളാകട്ടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രതീകമാണ്. ഭഗവാന്റെ വലതുകൈ ചെന്നു നിൽക്കുന്നത് ഒരു ചെറിയ ശിവലിംഗത്തിലാണ്. കൂടാതെ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന താമരയിൽ ബ്രഹ്മാവും കുടികൊള്ളുന്നു. അങ്ങനെ പത്മനാഭനും ശിവലിംഗവും നാഭിയിലെ ബ്രഹ്മാവും ചേരുമ്പോൾ ത്രിമൂർത്തികളുടെ സംഗമഭൂമിയായി ഈ ശ്രീകോവിൽ മാറുന്നു. ഇതെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരബ്രഹ്മം ഒന്നേയുള്ളൂ എന്ന മഹത്തായ സത്യമാണ്. മഹാവിഷ്ണുവിന്റെ 24 ഭാവങ്ങളിലൊന്നായ അനന്തശയനം എന്ന ഈ രൂപം നിർമ്മിച്ചിരിക്കുന്നത് കടുശർക്കര യോഗം എന്ന പ്രത്യേക കൂട്ടുകൊണ്ടാണ്. എന്നാൽ ഈ വിഗ്രഹത്തിന്റെ യഥാർത്ഥ ചൈതന്യം അതിനുള്ളിലാണ്. നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്ന് കണ്ടെത്തുന്ന വിഷ്ണു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സവിശേഷമായ 12,000 സാളഗ്രാമ ശിലകൾ കൊണ്ടാണ് ഈ വിഗ്രഹത്തിന്റെ ഉൾഭാഗം നിറച്ചിരിക്കുന്നത്. ഇനി ദർശനത്തിന്റെ പ്രത്യേകതകളിലേക്ക് വരാം. 3 വാതിലുകളിലൂടെയാണ് നമുക്ക് ഭഗവാനെ പൂർണ്ണമായി ദർശിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ വിഗ്രഹങ്ങൾ ഒന്നിലധികമുണ്ട്. നടുവിലായി കാണുന്ന ഭഗവാന്റെ നിൽക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹമാണ് അഭിഷേക വിഗ്രഹം. അതിന്റെ ഇരുവശത്തുമായി ലക്ഷ്മീദേവിയെയും ഭൂമിദേവിയെയും നമുക്ക് കാണാം. ഭൂമിദേവിയുടെ തൊട്ടരികിലായി ഇരിക്കുന്ന രൂപത്തിൽ വെള്ളിയിൽ നിർമ്മിച്ച ശീവേലി വിഗ്രഹവും ദർശിക്കാനാകും. ഒരേ മൂർത്തിയെ ശയനം, സ്ഥാനകം, ആസനം എന്നീ 3 ഭാവങ്ങളിലും ഒരുമിച്ച് ദർശിക്കാനാകുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കടുശർക്കരയോഗം എന്ന സവിശേഷമായ കൂട്ടുകൊണ്ട് നിർമ്മിച്ചതുകൊണ്ടുതന്നെ പ്രധാന വിഗ്രഹത്തിൽ സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ അഭിഷേകം നടത്താറില്ല. പകരം ദിവ്യമായ പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചനകൾ മാത്രമാണ് ഭഗവാന് സമർപ്പിക്കുന്നത്. ഈ പുഷ്പങ്ങൾ നീക്കം ചെയ്യുന്ന രീതി അതിലും സവിശേഷമാണ്. വിഗ്രഹത്തിന്റെ പവിത്രതയ്ക്ക് ഒരു കോട്ടവും തട്ടാതിരിക്കാൻ മയിൽപീലികൊണ്ട് മൃദുവായി തഴുകിയാണ് ആ പൂക്കൾ മാറ്റുന്നത്. അത്രയേറെ പ്രാധാന്യവും സൂക്ഷ്മതയുമാണ് ആ വിഗ്രഹത്തിന് നൽകിപ്പോരുന്നത്. ഇവിടത്തെ നിവേദ്യത്തിനുമുണ്ട് ഒരു ഐതിഹ്യം. വില്വമംഗലം സ്വാമിയാർ ഭഗവാന് ആദ്യമായി സമർപ്പിച്ച നൈവേദ്യം ഒരു ചിരട്ടയിൽ വിളമ്പിയ ഉപ്പുമാങ്ങയായിരുന്നു എന്നാണ് വിശ്വാസം. കാലപ്പഴക്കത്തിൽ ആ പുണ്യമായ ചിരട്ട നശിച്ചുപോകാതിരിക്കാനായി അതിനെ സ്വർണത്തിൽ പൊതിഞ്ഞ് ഇന്നും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. മറ്റ് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ശംഖിന് പ്രാധാന്യം നൽകുമ്പോൾ പത്മനാഭന്റെ സന്നിധിയിൽ ഈ ചിരട്ടയ്ക്കാണ് ആ സ്ഥാനം. അപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓരോ ആചാരത്തിനും ശില്പത്തിനും പിന്നിൽ ഇത്തരത്തിൽ ആഴത്തിലുള്ള അർത്ഥങ്ങളും തത്വങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് കേവലം ഒരു ആരാധനാലയമല്ല, മറിച്ച് തത്വചിന്തയും ചരിത്രവും ഭക്തിയും ഒത്തുചേരുന്ന ഒരു മഹാത്ഭുതമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ നന്ദി.